നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സജി ചെറിയാനും പിണറായി വിജയനും നീന്തൽ പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എം ലിജു. മന്ത്രി സജി ചെറിയാന്റെ പരാമർശങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു എം ലിജു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ 163ാമത് സംസ്ഥാന സമ്മേളനവും ഉപഭോക്തൃരത്ന അവാർഡ് വിതരണവും ഈ മാസം 12 നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CBIITയുടെ സിൽവർ ജൂബിലി ആഘോഷം ഈ മാസം 12-ന് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. സജി ചെറിയാനും പിണറായി വിജയനും നീന്തൽ പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ അഡ്വക്കേറ്റ് എം ലിജു പറഞ്ഞു. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി സജി ചെറിയാന്റെ പരാമർശങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. സജി ചെറിയാനും പിണറായി വിജയനും നീന്തൽ പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എം ലിജു അഭിപ്രായപ്പെട്ടു. മന്ത്രി സജി ചെറിയാന്റെ പരാമർശങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു എം ലിജു. അമ്പലപ്പുഴയിലും ചെങ്ങന്നൂരിലടക്കം LDF പരാജയപ്പെടുമെന്ന് മന്ത്രി സജി ചെറിയാന് ഉറപ്പുള്ളതുകൊണ്ടാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ കുറിച്ച് മോശമായി സജി ചെറിയാൻ പറയുന്നതെന്നും മെയ് 4-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ ആരാണ് കടലിൽ ചാടേണ്ടതെന്ന് അദ്ദേഹത്തിന് ബോധ്യമാകുമെന്നും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം കൂടിയായ അഡ്വക്കേറ്റ് എം ലിജു കൂട്ടിച്ചേർത്തു. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ശ്രീ സജി ചെറിയാൻ അങ്ങയുടെ അദ്ദേഹത്തിന്റെ അങ്ങയുടെ പ്രതികരണത്തിൽ നിന്നും കൃത്യമായും അമ്പലപ്പുഴയിലും ചെങ്ങന്നൂരിലും ഉൾപ്പെടെ CPM പരാജയ ഭീതിയിലാണ് എന്നതിന്റെ കൃത്യമായ സൂചനയാണ്. പിന്നെ കടലിൽ ചാടേണ്ടി വരും എന്നൊരു പരാമർശം കണ്ടു. കടലിൽ ചാടേണ്ടി വരും എന്നത് മെയ് 4-ാം റിസൾട്ട് വരുമ്പോൾ കടലിൽ ചാടേണ്ടി വരുന്നത് ആരാണെന്നുള്ള കാര്യം കേരളത്തിന് അറിയാം. ശ്രീ പിണറായി വിജയനും സജി ചെറിയാനും ഒക്കെ നീന്തൽ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും എന്നൊരു പ്രതികരണമാണ് എനിക്ക് ഇക്കാര്യത്തിൽ. പ്രത്യേകിച്ച് സാധാരണ ഈ കുളത്തിലും ചെറിയ തോട്ടിലും ഒക്കെ നീന്തുന്ന കാര്യം പോരാ, കടലിൽ ചാടുന്ന കാര്യം വരേണ്ടി വരുമ്പോൾ സ്വാഭാവികം കടൽ തിരമാലകൾ കൊത്തു നീന്താൻ പഠിക്കേണ്ടി വരും. അങ്ങ് ബഹുമാന്യനായ ശ്രീ പിണറായി വിജയൻ അത്തരം ഉപദേശം കൊടുത്തതാണെങ്കിൽ അത് നന്നായിരിക്കും. സജി ചെറിയാനും അതിൽ പങ്കാളിയാകാം. അദ്ദേഹത്തിനും ഈ ഒരു മാസം 10-20 ദിവസം സമയമുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു ട്രെയിനിങ്ങിന് വിധേയനാകുന്നത് നന്നായിരിക്കും. അങ്ങയുടെ പരാമർശം അല്ലെങ്കിൽ ശ്രീ സജി ചെറിയാന്റെ പരാമർശം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അല്ലാതെ അങ്ങനെ ആരെങ്കിലും കടലിൽ ചാടുമെന്ന് പറയേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പരാജയം ഉണ്ടായാൽ കടലിൽ ചാടണമെന്ന അഭിപ്രായവും എനിക്കില്ല. പക്ഷെ സജി ചെറിയാൻ കടലിൽ ചാടുന്നതിനെ കുറിച്ച് പരാജയപ്പെടും അല്ലെങ്കിൽ പരാജയപ്പെടുന്നവർ കടലിൽ ചാടുമെന്ന പരാമർശം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ നീന്തൽ അറിയില്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് എങ്കിലും ഉപയോഗിക്കേണ്ടി വരുന്ന ശ്രീ പിണറായി വിജയനും സജി ചെറിയാനും ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രി പിണറായി വിജയനും നീന്തൽ പഠിക്കുന്നത് നന്നായിരിക്കും. ഇനി നീന്തൽ അറിയില്ലെങ്കിൽ ലൈഫ് ജാക്കറ്റ് എങ്കിലും 2 എണ്ണം കരുതി വെക്കണമെന്നും എം ലിജു പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നവർ കടലിൽ ചാടണമെന്ന അഭിപ്രായം തനിക്കും പാർട്ടിക്കോ ഇല്ല. എന്നാൽ സജി ചെറിയാന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടി മാത്രമാണ് താൻ നൽകിയതെന്നും എം ലിജു കൂട്ടിച്ചേർത്തു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ 163ാമത് സംസ്ഥാന സമ്മേളനവും ഉപഭോക്തൃരത്ന അവാർഡ് വിതരണവും ഈ മാസം 12-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ 163ാമത് സംസ്ഥാന സമ്മേളനവും ഉപഭോക്തൃരത്ന അവാർഡ് വിതരണവും ഈ മാസം 12-ന് നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന വ്യാപകമായിട്ട് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഉപഭോക്തൃ സംഘടനയായ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ 16ാമത് സംസ്ഥാന സമ്മേളനവും അതോടൊപ്പം തന്നെ ഉപഭോക്തൃ രത്ന അവാർഡ് ദാനവും നാളെ കഴിഞ്ഞ് 12-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30 മുതൽ ജെൻഡർ പാർക്കിൽ വെച്ച് നടത്തുകയാണ്. ഉപഭോക്തൃ രത്ന അവാർഡ് അദ്ദേഹം ജോലിയിലിരിക്കുന്ന സമയം മുതൽ ശ്രീ ചന്ദ്രദാസ് കേശവപിള്ള ജോലിയിലിരിക്കുമ്പം മുതൽ അതിനു മുമ്പും സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഏറ്റവും മുൻകരുതൽ നൽകിക്കൊണ്ട് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന അദ്ദേഹത്തിന് ആണ് ഈ വർഷം നമ്മളെ ഉപഭോക്തൃ രത്ന അവാർഡ് കൊടുത്ത് നമ്മൾ ആദരിക്കുന്നത്. പിന്നെ വിവിധ മേഖലകളിൽ
ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ജെൻഡർ പാർക്ക് ഹാളിൽ നടക്കുന്ന സമ്മേളനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മികച്ച സാമൂഹ്യ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നവർക്ക് സംഘടന നൽകി വരുന്ന ഈ വർഷത്തെ പുരസ്കാരം പഴവേടി സ്വദേശി ചന്ദ്രദാസ് കേശവപിള്ളയ്ക്ക് നൽകും. 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം കൃഷിമന്ത്രി പി പ്രസാദ് സമ്മാനിക്കും. കൗൺസിൽ ചെയർമാൻ വിജയകുമാരൻ നായർ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഇടുക്കി പീരുമേട് സ്വദേശിയും പ്രവാസി വ്യവസായിയുമായ ടി എൻ കൃഷ്ണകുമാറിനെ ചടങ്ങിൽ ആദരിക്കും. ഉച്ചയ്ക്ക് 2:30 ജെൻഡർ പാർക്ക് ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കും. ചെയർമാൻ വിജയകുമാരൻ നായർ, വർക്കിംഗ് ചെയർമാൻ സക്കറിയ സെന്റ് സേവ്യർ, ജോസഫ് മാരാരിക്കുളം, രാജു പള്ളിപ്പറമ്പിൽ, എം.ഇ. ഉത്തമക്കുറുപ്പ്, ആശാ കൃഷ്ണാലയം, ബിന്ദുബായി, ലീലാമ സക്കറിയ, അമ്പലപ്പുഴ ശ്രീകുമാർ എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. CBIITയുടെ സിൽവർ ജൂബിലി ആഘോഷം ഈ മാസം 12-ന് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടെക്ജൻഷ്യ CEO കൂടിയായ ജോയി സെബാസ്റ്റ്യൻ പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. CBIITയുടെ സിൽവർ ജൂബിലി ആഘോഷം ഈ മാസം 12-ന് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ടെക്ജൻഷ്യ CEO കൂടിയായ ജോയി സെബാസ്റ്റ്യൻ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. CBIITയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരടക്കം ആഘോഷ ചടങ്ങുകളുടെ ഭാഗവാക്കാകുമെന്നും സംഘാടക സമിതി ചെയർമാൻ വി അരുൺകുമാർ, കൺവീനർ TS കണ്ണൻ, G രാജേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. CBIT എക്സ്-ട്രെയിനീസിന്റെ ഒരു അസറ്റ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ആ സംഘടനയുടെ നേതൃത്വത്തിൽ വളരെ സന്തോഷകരമായിട്ട് നമ്മൊരു കാര്യം പറയുകയാണ്. ഈ വരുന്ന 12-ാം തീയതി രാവിലെ നമ്മുടെ ആലപ്പുഴ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഞങ്ങളുടെ CBITയുടെ 25ാമത് വാർഷിക ആഘോഷ പരിപാടികൾ ഈ 7400 കുടുംബങ്ങളിലുള്ള എക്സ്-ട്രെയിനീസിനെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളും അവരുടെ മക്കളും എല്ലാം കൂടെ ഞങ്ങളൊന്ന് ഒത്തൊരുമയോടുകൂടി പങ്കെടുത്തുകൊണ്ട് ഒരു ആഘോഷ പരിപാടിക്ക് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ ആഘോഷ പരിപാടികളിൽ ഈ 25 വർഷക്കാലവും അവിടെ ഞങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങൾക്ക് നല്ല നിലയിലുള്ള മെച്ചപ്പെട്ട ട്രെയിനിങ് കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുള്ള കാനറ ബാങ്കിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പൊസിഷനുകൾ അലങ്കരിക്കുന്ന മഹത് വ്യക്തികളും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ട്രെയിനീസും അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന മഹത് വ്യക്തികൾ കൂടെ പങ്കെടുക്കുന്ന ഒരു സമ്മേളനവും ഇത്തവണ സംസ്ഥാനത്ത് ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും LDF വിജയിക്കുമെന്ന CPIM ജില്ലാ സെക്രട്ടറി R നാസറിന്റെ തെറ്റിദ്ധാരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ മാറിക്കൊള്ളുമെന്ന് രമേശ് ചെന്നിത്തല പരിഹസിച്ചു. മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ BJPയും CPIMുമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ തവണയും CPIMും BJPയും തമ്മിൽ തന്നെയായിരുന്നു ഡീലുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഹരിപ്പാട് മണ്ഡലത്തിൽ 2ാം സ്ഥാനം BJPക്കായിരുന്നു. അവിടെ CPIM വോട്ട് BJPക്ക് മറിച്ചത് കൊണ്ടാണ് അവർക്ക് 2ാം സ്ഥാനം ലഭിച്ചത്. ഏതായാലും BJPയുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ CPIM തയ്യാറാകണമെന്നാണ് തനിക്ക് അവരോട് പറയാനുള്ളതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ ഉജ്ജ്വല വിജയം സമ്മാനിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പാണെന്ന് രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ത്രികോണ മത്സരമാണ്. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ വളരെ വാശിയേറിയ നല്ല പ്രചരണം കൊടുത്തുകൊണ്ടുള്ള നല്ല സമ്പത്ത് മുടക്കിക്കൊണ്ടുള്ള വലിയൊരു പ്രചരണം ആണ് ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും കൂടുതൽ വാശിയും അതുപോലെ തന്നെ സമ്പത്തും എല്ലാവരും ഇറക്കിക്കൊണ്ടുള്ള ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ത്രികോണ മത്സരം എല്ലാ മണ്ഡലത്തിലും ഉണ്ടോ അതോ എല്ലാ ചിലയിടത്തൊക്കെ വളരെ ശക്തമാണ്. മിക്ക സ്ഥലത്തും ത്രികോണ മത്സരമുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം ത്രികോണ മത്സരം വളരെ ശക്തമാണെങ്കിൽ ചിലയിടത്തെല്ലാം ആ ത്രികോണ മത്സരമല്ല, രണ്ടുപേർ തമ്മിലുള്ള മത്സരമാണ് വളരെ ശക്തം. രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയുണ്ട് പൊതുവെ? രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി പറയാൻ നമുക്കൊന്നും പറയാനൊക്കത്തില്ല.
ശക്തമായ ഒരു തെരഞ്ഞെടുപ്പും ശക്തമായ പ്രചരണങ്ങളും പ്രവചിക്കാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള എല്ലാ കക്ഷികളും അവരുടേതായ വിജയങ്ങളും ഒരു ജനതയ്ക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ വോട്ടെന്ന് ആലപ്പുഴ രൂപതാമന്ത്രി ഡോക്ടർ ജെയിംസ് റാഫേൽ അനാപ്പറമ്പിൽ പറഞ്ഞു. ആലപ്പുഴ സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു ജനതയ്ക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് നമ്മുടെ വോട്ടെന്ന് ആലപ്പുഴ രൂപതാമെത്രാൻ ഡോക്ടർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ പറഞ്ഞു. ആലപ്പുഴ സെയിന്റ് സെബാസ്റ്റ്യൻ സ്കൂളിൽ വോട്ട് ചെയ്തതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. നല്ല നേതാക്കളെ തെരഞ്ഞെടുത്ത് നല്ല ഭരണം സമ്മാനിക്കാനുള്ളതാണ് ഓരോ തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ദേശത്തിന്റെ ഏറ്റവും വലിയ ഒരു എക്സസൈസ് നമ്മളെല്ലാവരും നമ്മുടെ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ദിവസമാണ് ഇത്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു തിരഞ്ഞെടുപ്പിൽ നമുക്ക് വേണ്ടി നമ്മുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന സുസ്ഥിരമായ നല്ല ഭരണം, അതുപോലെ തന്നെ പൊതു പങ്കാളിത്തം, നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധിയും വളർച്ചയും ഒക്കെ ഉറപ്പുള്ള ഒരു ഭരണകൂടം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സജി ചെറിയാനും പിണറായി വിജയനും നീന്തൽ പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് എം ലിജു. മന്ത്രി സജി ചെറിയാന്റെ പരാമർശങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു എം ലിജു. കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരളയുടെ 163ാമത് സംസ്ഥാന സമ്മേളനവും ഉപഭോക്തൃരത്ന അവാർഡ് വിതരണവും ഈ മാസം 12 നടക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. CBIITയുടെ സിൽവർ ജൂബിലി ആഘോഷം ഈ മാസം 12-ന് ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ ഹാളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.